2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി. ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരമായിരുന്നു വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപമായി മാറിയത്. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 ഡൽഹി കലാപത്തിൽ ഷർജിൽ ഇമാമും ഉമ്മർ ഖാലിദും ഉൾപ്പെടെയുള്ള 9 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ജയിലിൽ കഴിയുന്ന ഇവരുടെ ജാമ്യം വിചാരണ കോടതി നിരന്തരം തള്ളിയിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്ത ഡൽഹി പോലീസ് വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതിനും കലാപം ആളിക്കത്തിക്കുന്നതിനും ഉമ്മർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വളരെ വലുതാണെന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഇതിനോടകം വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും അതിശക്തമായി തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. ഡൽഹി പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടും വിചാരണ കോടതിയുടെ നടപടികൾ ശരിവെച്ചുകൊണ്ടുമാണ് ഷർജിൽ ഇമാമിന്റെയും ഉമർ ഖാലിദിന്റെയും എല്ലാം ജാമ്യാപേക്ഷ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി അത് ഭാരതത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടും, അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കും തുടങ്ങിയിട്ടുള്ള വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് ഭാരതത്തിനകത്ത് കലാപമുണ്ടാക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ കലാപത്തിന് കോപ്പുകൂട്ടുകയും ഷർജിൽ ഇമാമും ഉമ്മർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ ഈ സമരവേദിയിലും സർവകലാശാലകളിലും പൊതു ഇടങ്ങളിലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിമുകൾ മുഴുവൻ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങണം, റോഡിലേക്ക് ഇറങ്ങണം, അതിനെതിരെ കലാപം ചെയ്യണമെന്ന വലിയ ആഹ്വാനം നടത്തുകയും 2020 ഫെബ്രുവരിയിൽ 48 മണിക്കൂറിലധികം നീണ്ടുവന്ന രക്തം നിറഞ്ഞ കലാപത്തിലേക്ക് വടക്കുകിഴക്കൻ ഡൽഹിയെ തള്ളിവിടുകയും ചെയ്തത്. 53 പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആളുകൾ പരിക്കേറ്റു. ആ കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2020 സെപ്റ്റംബറിൽ ഉമ്മർ ഖാലിദിനെയും മറ്റ് പ്രതികളെയുമെല്ലാം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വിചാരണ കോടതി ജാമ്യം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതിയുടെ നടപടി ശരിവെക്കുകയും ഡൽഹി പോലീസിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുമാണ് ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്.